കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കുട്ടനെല്ലൂരിൽ പിക്കപ്പ് വാനിൽ കെട്ടിവെച്ചു കൊണ്ടുപോയിരുന്ന ഇരുമ്പ് പൈപ്പുകൾ ദേഹത്ത് വീണ് ബൈക്ക് യാത്രികന് ദാരുണ അന്ത്യം. കുട്ടനെല്ലൂർ സ്വദേശി ഷെറിൻ ജോൺ ആണ് മരിച്ചത്. തോളൂർ എടക്കളത്തൂരിൽ വീട്ടിൽ വൻ കവർച്ച. 50 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. നാലകത്ത് ഷക്കീറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ മൗനം പാലിച്ചുവെന്ന വിമർശനം. റവാഡ ചന്ദ്രശേഖരനെ DGP-യായി നിയമിച്ചപ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വം മൗനം പാലിച്ചതിലും വിമർശനം. അതിരപ്പള്ളി പ്ലാന്റേഷനിൽ ഉപയോഗശൂന്യമായി കിടന്ന സെപ്റ്റിക് ടാങ്കിൽ കാട്ടാനക്കുട്ടി വീണു. മണിക്കൂറുകൾക്കു ശേഷം ആനക്കുട്ടി സ്വയം കയറിപ്പോയി. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷന് മുന്നിൽ ശവമഞ്ചവുമായി പ്രതിഷേധിച്ച കുടുംബം. മാപ്രാടം മാടായിക്കോണം സ്വദേശി സജീവ് കുമാറും കുടുംബവുമാണ് നീതി കിട്ടിയില്ലെന്നാരോപിച്ച് പോലീസ് സ്റ്റേഷന് മുൻപിൽ സമരം നടത്തിയത്. വാർത്തകൾ വിശദമായി. കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മാളിനു സമീപം പിക്കപ്പ് വാനിൽ കെട്ടിവെച്ചു കൊണ്ടുപോയിരുന്ന ഇരുമ്പ് പൈപ്പുകൾ ദേഹത്ത് വീണ് ബൈക്ക് യാത്രികന് ദാരുണ അന്ത്യം. കുട്ടനെല്ലൂർ സ്വദേശി ഷെറിൻ ജോൺ ആണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 10ഓടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തുനിന്ന് കുട്ടനെല്ലൂർ ഓവർബ്രിഡ്ജ് ഭാഗത്തേക്ക് പോയിരുന്ന ഷെറിന്റെ ദേഹത്തേക്ക് ഇരുമ്പ് പൈപ്പുകൾ വീഴുകയായിരുന്നു. ഉടൻ തന്നെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. തോളൂരിൽ ആളില്ലാത്ത സമയത്ത് വീടിന്റെ പുറകുവശത്തെ വാതിൽ തകർത്ത് വൻ സ്വർണ്ണ കവർച്ച. 50 പവൻ മോഷണം പോയി. നാലകത്ത് ഷക്കീറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. മകളുടെ കല്യാണത്തിന് സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് മോഷണം പോയത്. പറപ്പൂരിൽ ഒലാല എന്ന തുണിക്കടയുടെ ഉടമയാണ് ഷക്കീർ. ഓണം സീസൺ ആയതുകൊണ്ട് ഭാര്യയും മകളും ഷക്കീറിന്റെ സഹായത്തിന് കടയിലായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 മൂവരും കടപൂട്ടി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ പിൻഭാഗത്തുള്ള വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിട്ടുള്ളത്. ബെഡ്റൂമിലെ അലമാരകൾ കുത്തിപ്പൊളിച്ചാണ് സ്വർണം കവർന്നത്. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് സ്ഥലവാസിയല്ലാത്ത 2 പേർ സംശയാസ്പദമായി ചുറ്റിക്കറങ്ങിയിരുന്നതായി അയൽവാസിയും പൊതുപ്രവർത്തകനുമായ K. കുഞ്ഞുണ്ണി പറയുന്നു. സൂചന ലഭിച്ചിട്ടില്ല. ഇതിന്റെ ഓണറാകെ മാനസികമായിട്ട് തകർന്ന് ഇരിക്കുകയാണ്. ഇവിടെ നമുക്കിപ്പോ ഇവിടെ ചെറിയൊരു സംശയപ്പോടെ പറയും. ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ള ആൾക്കാർ ഇന്നലെ വൈകിട്ട് 1-2 ആളിവിടെ പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടു എന്ന് ഇപ്പോൾ ഇവിടെ പറയപ്പെടുന്നുണ്ട്. പക്ഷെ അതിനൊന്നും സ്ഥിരീകരണമില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ ചാലില് ഒരു തമിഴ്നാട് മോഡൽ ഒരു മദ്യക്കുപ്പി ഒരു പ്ലാസ്റ്റിക് കവറും കാണാനുണ്ട്. ഇത് മാത്രമാണ് നമുക്ക് ഇതുവരെയുള്ള സൂചനകൾ. വേറെ യാതൊരുവിധ സൂചനകളും ഇല്ല. വീട്ടുകാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന സ്വർണവും മകളുടെ കല്യാണാവശ്യത്തിനായി വാങ്ങിയ സ്വർണവും മോഷണം പോയവയിൽ പെടും. മറ്റൊരു കിടപ്പുമുറിയിലെ അലമാരയിൽ 4 ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നുവെങ്കിലും നഷ്ടപ്പെട്ടിട്ടില്ല. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രൊഫഷണൽ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പേരാമംഗലം പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. TCV ന്യൂസ്, പാവറട്ടി. തൃശൂരിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ പൊതുചർച്ചയിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. PM ശ്രീ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോയപ്പോൾ തിരുത്തൽ ശക്തിയായി മാറേണ്ട ഡിവൈഎഫ്ഐ മൗനം പാലിച്ചുവെന്ന് വിമർശനം. സംസ്ഥാന സെക്രട്ടറി VK സനോജ് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടുമേലും സംഘടനാ റിപ്പോർട്ടുമേലുമുള്ള പൊതുചർച്ചയിലാണ് പ്രതിനിധികൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ജൻസികളെ കൂടുതലായി സംഘടനയിലേക്ക് ആകർഷിക്കാൻ നേതാക്കൾ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. റവാഡ ചന്ദ്രശേഖരനെ DGP-യായി മുൻ LDF സർക്കാർ നിയമിച്ചപ്പോൾ DYFI സംസ്ഥാന നേതൃത്വം മൗനം പാലിച്ചുവെന്നും വിമർശനം ഉയർന്നു. കൂത്തുപറമ്പ് രക്തസാക്ഷികളെ നേതൃത്വം മാറുന്നു എന്നും പ്രതിനിധികൾ ചോദിച്ചു. CJP സമരത്തിന്റെ മുന്നണിയിൽ DYFI ഉണ്ടാകണമായിരുന്നുവെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. നേതാക്കളുടെ വസ്ത്രധാരണത്തിൽ പോലും മാറ്റം അനിവാര്യമാണ്. DYFI ഇല്ലാതാകുന്ന വനിതാ സാന്നിധ്യം വർദ്ധിപ്പിക്കണം. നേതാക്കളായി എത്തുന്നവരിൽ പലർക്കും പ്രത്യയശാസ്ത്രപരമായ കാഴ്ചപ്പാടുകൾ ഇല്ലെന്നും
ഈ തലമുറയിലെ ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസമില്ലെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ഡൽഹിയിൽ രൂപം കൊണ്ട പാറ്റ സമര മാതൃകയിൽ രാജ്യമാകെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വരാൻ ഡിവൈഎഫ്ഐ തയ്യാറാകണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. അതിരപ്പള്ളി പ്ലാന്റേഷനിൽ ഉപയോഗശൂന്യമായി കിടന്ന സെപ്റ്റിക് ടാങ്കിൽ കാട്ടാനക്കുട്ടി വീണു. ഏർമുഖം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ആനക്കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് തൊഴിലാളികൾ സ്ഥലത്തെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. ആഴമില്ലാത്ത കുഴിയായതിനാൽ രക്ഷാപ്രവർത്തനം വേണ്ടിവന്നില്ല. ആനക്കുട്ടി മണ്ണിടിച്ചിട്ട് സ്വയം കയറിപ്പോയി. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷന് മുന്നിൽ ഡ്രൈവറും കുടുംബവും ശവമഞ്ചവുമായി സമരം നടത്തി. മാപ്രാണം മാടായിക്കൂണം സ്വദേശി കണ്ണാട്ട് വീട്ടിൽ സജീവ് കുമാറും കുടുംബവുമാണ് നീതി കിട്ടിയില്ലെന്നാരോപിച്ച് പോലീസ് സ്റ്റേഷന് മുൻപിൽ സമരം നടത്തിയത്. കഴിഞ്ഞ ഓഗസ്റ്റ് 1 സജീവ് കുമാറിനെ ഡെലിവറി വാഹനം ഓടിക്കുന്നതിനിടയിൽ സ്കൂട്ടർ യാത്രക്കാരനായ കുഴിക്കാട്ടുകോണം സ്വദേശി ബൽറാം എന്നയാൾ മർദ്ദിച്ചിരുന്നു. സ്കൂട്ടറിന്റെ താക്കോൽ ഉപയോഗിച്ചുള്ള മർദ്ദനത്തിൽ മുഖത്തും മറ്റും ഗുരുതരമായി പരിക്കേറ്റ സജീവ് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അന്വേഷണത്തിനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥ മൊഴി മാറ്റിപ്പറയാൻ നിർബന്ധിച്ചതായും നിസ്സാര വകുപ്പുകൾ ചേർത്ത് പ്രതിക്കെതിരെ കേസെടുക്കുകയും സ്റ്റേഷൻ ജാമ്യം നൽകിയതായും സജീവ് കുമാർ ആരോപിച്ചു. അപ്പുറത്തുനിന്ന് സൈഡിൽ നിന്ന് വരണ്ടായിരുന്നു, ജസ്റ്റ് തട്ടിന്നാണ് പറയണത്. പക്ഷെ അവിടെ നിൽക്കണ ഒരാളും അവിടെ തട്ടിയതായിട്ട് കണ്ടിട്ടില്ല. ആളുടെ ഇതുവരെ 1-ാം തീയതി തൊട്ട് ഇത്രയും ഉണ്ടായി. ഇന്ന് 21-ാം തീയതി ഇതുവരെ ഈ പോലീസ് ഒരു നടപടിക്കും മുതിർന്നിട്ടില്ല എന്നുള്ളതാണ്. മൊഴി എടുക്കാൻ വന്നു. ഞങ്ങള് ജൂബിലിയിൽ അഡ്മിറ്റായി, ശനിയാഴ്ച രാത്രി അഡ്മിറ്റായി, ഞായറാഴ്ച വൈകിട്ട് ഇവിടുന്ന് ഒരു മാഡം മെഹറുന്നീസ എന്ന് പറഞ്ഞ മാഡം ജൂബിലിയിലേക്ക് മൊഴി എടുക്കാൻ വന്നു. അപ്പോ ആ മാഡം പറഞ്ഞു, താക്കോല് വെച്ച് ഇടിച്ചു കഴിഞ്ഞാൽ ഇത്രയും പൊട്ടലുകൾ, മൂക്കിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്, കണ്ണിന്റെ രക്തകോല് പൊട്ടിയിട്ടുണ്ട്, ഇതൊന്നും പോരാണ്ട് മുറിവ് ഉണ്ടാവും എന്നാണ് പറയണത്. അപ്പോ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞ കേസിന് ബലം ഉണ്ടാവില്ല, അവർക്ക് അനുകൂലമാവും ആ കേസ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ട് മൊഴി മാറ്റി കൈയോണ്ട് ഇടിച്ചാൽ മതി എന്നുള്ള ഒരു അങ്ങനത്തെ മൊഴിയാക്കി തീർത്തവര്. കോവിഡ് കാലത്ത് തൃശൂർ മെഡിക്കൽ കോളേജിൽ കെഡാവർ ബാഗ് വാങ്ങിയതിൽ നടന്ന കോടികളുടെ അഴിമതി വിജിലൻസ് അന്വേഷിക്കും. തൃശൂർ മെഡിക്കൽ കോളേജിന് NRHM ഫണ്ട് വഴി ലഭിച്ച 8,19 ലക്ഷം രൂപയിൽ മെഡിക്കൽ കോളേജ് എംപ്ലോയീസ് സഹകരണ സംഘവും മെഡിക്കൽ കോളേജ് HDS വിഭാഗവും ചേർന്ന് വൻ കൊള്ളയാണ് നടത്തിയിട്ടുള്ളതെന്ന് ആക്ഷേപമുയർന്നിരുന്നു. ഇവർ നടത്തിയ ഇടപാടുകൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അന്വേഷണം നടന്നിരുന്നില്ല. തുടർന്ന് വീണ്ടും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിശദമായ അന്വേഷണം നടത്താൻ വിജിലൻസ് തീരുമാനിച്ചതെന്ന് അനിൽ അക്കര പറഞ്ഞു. തൃശൂർ ജില്ലാ ആസൂത്രണ കമ്മിറ്റിയിലേക്ക് തൃശൂർ കോർപ്പറേഷൻ പ്രതിനിധിയായി പടവരാട് ഡിവിഷൻ കൌൺസിലർ പ്രവീൺ ലാലിനെ തിരഞ്ഞെടുത്തു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ നടത്തിയ വോട്ടെടുപ്പിൽ ജില്ലാ കളക്ടർ വരണാധികാരിയായിരുന്നു. സ്ഥാനാർത്ഥിയെ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർദ്ദേശിക്കുകയും ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് പിന്താങ്ങുകയും ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TR സന്തോഷ്, ജേക്കബ് പുലിക്കോട്ടിൽ, വില്ലി ജിജോ, ഷീന ചന്ദ്രൻ, കരോളി ജോഷുവ, മേഫി ഡെൽസൺ, ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ കോർപ്പറേഷനിലെ കൌൺസിലർമാർ ചേർന്ന് പുതിയ DPC മെമ്പറെ അനുമോദിച്ചു. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഓണാഘോഷം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. മഹിളാ ജനതാ പ്രസിഡന്റ് KH ഷക്കീല, ഫിലിം സ്റ്റാർ സീനിയർ ആർട്ടിസ്റ്റ് ശൈലജ ഷൈലൂസ്, കോർപ്പറേഷൻ കൌൺസിലർ സൌമ്യ പ്രതീഷ് എന്നിവർ കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി. സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺ വാഴപ്പിള്ളി, രാഘവൻ മുളങ്ങാടൻ, CT ഡേവിസ്, ഷൺമുഖൻ വടക്കുംപറമ്പിൽ, പ്രീജു ആന്റണി, K. രഞ്ജിത്ത്, PM ഉമേഷ് രാജൻ, ഐനിക്കുന്നേൽ തുടങ്ങിയവർ പങ്കെടുത്തു. അവരവിടെ വീട്ടിൽ വെച്ച് പ്രിപ്പയർ ചെയ്ത് യാതൊരു ആർക്കിടെക്ട് ആർട്ടിസ്റ്റ് സോനു സുരേന്ദ്രന്റെ ഏകാംഗ മോണോ പ്രിന്റ് പ്രദർശനം കേരള ലളിതകലാ അക്കാദമിയിൽ നടന്നു. പ്രദർശനം ആർക്കിടെക്ട് ലിജോ ജോസ് ഉദ്ഘാടനം ചെയ്തു. അക്രിലിക് പെയിന്റും പേപ്പറും ഉപയോഗിച്ചുള്ള മോണോ പ്രിന്റ് സാങ്കേതികതയിലാണ് കൃതികൾ സൃഷ്ടിച്ചിരിക്കുന്നത്. പാളികൾ, അടയാളങ്ങൾ, ചലനങ്ങൾ, സമ്മർദ്ദം, യാദൃച്ഛികത എന്നിവ ചേർന്നാണ് ഓരോ പ്രിന്റും രൂപപ്പെടുന്നത്. യാത്രയിൽ നിന്ന് പിറന്ന മോണോ പ്രിന്റുകളുടെ സമാഹാരമാണ് പ്രദർശനത്തിലുള്ളത്. 300-ലധികം കൃതികളിലൂടെ ഓരോ പ്രിന്റും ഒരു പ്രത്യേക നിമിഷത്തെയോ മാനസികാവസ്ഥയെയോ സ്വാഭാവികമായി രേഖപ്പെടുത്തുകയാണ് പ്രദർശനം. 23-ന് സമാപിക്കും. ഇനി ഓണം പൊന്നോണം.
ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ്വുഡ് ജംഗ്ഷൻ, തൃശൂർ. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസിന്റെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. ഓണക്കാലമായതോടെ കുത്താമ്പുള്ളിയിലെ കസബ് ഗ്രാമത്തിൽ തിരക്കേറുന്നു. ദിള തീരത്തെ ഈ ഗ്രാമത്തിൽ ചെറുതും വലുതുമായ 100 കണക്കിന് വസ്ത്രശാലകളാണ് തുറന്നിരിക്കുന്നത്. പണ്ട് കൊച്ചി രാജാവ് മൈസൂരിൽ നിന്നും കേരളത്തിലേക്ക് തുണി നെയ്യാനായി കൊണ്ടുവന്ന ദേവാംഗ സമുദായക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് കുത്താമ്പുള്ളി. 800 കോടിയിൽ പരം രൂപയുടെ വസ്ത്രവിൽപ്പനയാണ് ഓരോ വർഷവും ഇവിടെ നടക്കുന്നത്. ഓണത്തിനും വിഷുവിനും വിവാഹത്തിനുമെല്ലാം ലോകത്തെമ്പാടുമുള്ള മലയാളിക്ക് ദേവാംഗരുടെ കരവിരുതിൽ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ നിർബന്ധമാണ്. മുണ്ടുകൾ, സെറ്റ് മുണ്ടുകൾ, സെറ്റ് സാരികൾ, കല്യാണ സാരികൾ എന്നിവയ്ക്കാണ് ആവശ്യക്കാർ ഏറെ. ഓണം എത്തിയതോടെ കുത്താമ്പുള്ളിയിൽ തിരക്കേറി. പല കടകളിലും ആളുകൾ കൂട്ടമായി അതിരാവിലെ തന്നെ ക്യൂ നിൽക്കുകയാണ്. മാറുന്ന ട്രെൻഡിനനുസരിച്ച് പല നിറത്തിലും രൂപത്തിലും പഴമയും പുതുമയും ഇടകലർത്തി എല്ലാ പ്രായക്കാരെയും തൃപ്തിപ്പെടുത്തുന്ന വസ്ത്രങ്ങൾ ഇവിടെ സുലഭമാണ്. കുത്താമ്പുള്ളിയിൽ നിന്നാണ് എല്ലാ നാടുകൾക്കും, എല്ലാ രാജ്യങ്ങൾക്കും ഞങ്ങൾ ഇവിടുന്ന് ഓൺലൈൻ വഴിയും അതേപോലെ പാർസൽ സർവീസിലൂടെയും എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ കേരള ട്രഡീഷണലായ സെറ്റ് മുണ്ട്, സെറ്റ് സാരി, ഡബിൾ മുണ്ട്, അതിന്റെ പുതിയ പുതിയ വെറൈറ്റി ആയിട്ട് ഞങ്ങൾ എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കുത്താമ്പുള്ളിയിൽ കുറെ തുണി ഷോപ്പുകളുണ്ട്. അവിടേക്ക് ഞങ്ങളിപ്പോ ഏകദേശം ഒരു 4-5 പഞ്ചായത്തിൽ ഉള്ള വസിക്കുന്ന ജനങ്ങൾക്ക് കുറെ കുടുംബങ്ങൾ, ഏകദേശം ഒരു 1000-1500 കുടുംബങ്ങൾക്ക് ഇവിടുന്ന് ജോലി സാധ്യതയും കൂടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് സ്വന്തം നിലയിൽ പരസ്യം ചെയ്താണ് പലരും ബിസിനസ് വിപുലപ്പെടുത്തുന്നത്. ഓൺലൈനായി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള സംവിധാനങ്ങളും വ്യാപാരികൾ ഒരുക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് വീട്ടമ്മമാർക്ക് ജോലി നൽകാനും ഇന്ന് ഈ കൊച്ചു ഗ്രാമത്തിന് കഴിയുന്നു. TCV, തിരുവല്ലാമല. ഓണത്തിന്റെ എല്ലാ വിശേഷങ്ങളും പാട്ടിലേക്ക് ആവാഹിച്ച് ഒരു സംഘം ചെറുപ്പക്കാരൊരുക്കിയ ദൃശ്യാവിഷ്കാരം എന്റെ പൊന്നോണം ശ്രദ്ധേയമാകുന്നു. എത്ര തവണ ആഘോഷിച്ചാലും ഓണം മലയാളിക്കെന്നും ഗൃഹാതുരതയാർന്ന ഓർമ്മയാണ്. ഓണത്തിന്റെ സന്തോഷമെല്ലാം ഒരു പാട്ടിലാക്കി ദൃശ്യവൽക്കരിച്ചിരിക്കുകയാണ് കരുവന്നൂർ ചെറിയപാലം സ്വദേശിയായ ഗിരിയും കൂട്ടുകാരും. ഗിരി രചനയും സംഗീതവും സംവിധാനവും നിർവഹിച്ച് പുറത്തിറക്കിയ ഈ ഓണപ്പാട്ട് ഓണാഘോഷത്തിന്റെ പ്രത്യേക വൈബ് നെഞ്ചേറ്റുന്നതാണ്. ചിങ്ങം പുലർന്നാലോ മണ്ണിൽ പൊന്നോണം വന്നല്ലോ, ചിങ്ങം പുലർന്നാലോ മണ്ണിൽ പൊന്നോണം വന്നല്ലോ. ആറാപ്പുവിളിയിൽ തുടങ്ങി പൂക്കളമിടലും പൊട്ടുതൊടലും സ്പൂൺ റൈസും വടംവലിയും തിരുവാതിരക്കളിയും ഒക്കെയായി ആവേശം പങ്കിട്ട് ഓണസദ്യയുണ്ട് മാവേലി നാടുവാണ കാലത്തെ ഓർമ്മിപ്പിച്ച് ഒരു കൂട്ടം യുവതി യുവാക്കൾ ഓണം നെഞ്ചേറ്റുമ്പോൾ ഈ ദൃശ്യാവിഷ്കാരം മലയാളിയുടെ ഓണാഘോഷത്തിന്റെ നേരനുഭവമായി പ്രേക്ഷകരിലേക്ക് സന്നിവേശിക്കപ്പെടുന്നു. വരികളിലെ തനിമയും ആലാപനത്തിലെ ആവേശവും ചുവടുകളിലെ ചടുലതയും കൊണ്ട് ഈ ഗാനാവിഷ്കാരം പ്രേക്ഷകരെ ഓണാഘോഷത്തിന്റെ നെറുകയിലെത്തിക്കുന്നു. പൂക്കളം ചുറ്റും പൂവിളിയായി പൊന്നോണം വന്നല്ലോ, മുറ്റത്തെങ്ങും പൂക്കളം തീർക്കാൻ പൊന്നോണം വന്നല്ലോ. അൻസാർ അബ്ബാസ് ക്യാമറയും ജിജു പള്ളിപ്പുറം കാസ്റ്റിംഗും നിർവഹിച്ച ഈ ഓണപ്പാട്ട് എഡിറ്റ് ചെയ്തിരിക്കുന്നത് GJ എന്റർടൈൻമെന്റ്സ് ആണ്. ചിങ്ങം പുലർന്നാലോ തുമ്പ പൂവിരിയൂലേ, പൂവിരിഞ്ഞാലോ മണ്ണിൽ പൊന്നോണം വന്നല്ലോ. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. പൂവേ പൊലി പൂവേ. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം.
PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ്ഫോർട്ട് ജംഗ്ഷൻ, തൃശൂർ. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസിന്റെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. ഇടവേള. Elista Golden Diamonds, Pallikulam Road, Thrissur. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനും. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വാർത്തകൾ തുടരുന്നു. പാവറട്ടിയിൽ പ്രവർത്തിക്കുന്ന ചാവക്കാട് താലൂക്ക് റൂറൽ ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചങ്ങാലിക്കോടൻ ഓണ വിപണന മേളയ്ക്ക് തുടക്കമായി. ഹൌസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് PI ലാസർ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ ഉമ്മർ സലീം, MK അനിൽകുമാർ, ശ്രീജ ഷാജി, OJ ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. VBG റാംജിയുടെ മറവിൽ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം തിരുത്തുക, പദ്ധതിക്ക് ആവശ്യമായ തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നീക്കിവയ്ക്കുക, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണം ഉത്സവ ഭത്ത വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം AV ശ്രീവത്സൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. KM പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. PG സുബിദാസ്, PA ഷൈൻ, BR സന്തോഷ്, TK ചന്ദ്രൻ, സതി കൃഷ്ണൻ, തുളസി രാമചന്ദ്രൻ, കല്യാണി നാരായണൻ എന്നിവർ സംസാരിച്ചു. പണി കഴിഞ്ഞാൽ ഒന്ന് വിശ്രമിക്കാൻ ആരുടെങ്കിലും ഒത്താശ അന്തിക്കാട്ടെ പെൻഷൻ അസോസിയേഷൻ പ്രവർത്തകർ സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ വീട്ടിലെത്തി ഓണാഘോഷത്തിന് തുടക്കമിട്ടു. മുൻ എക്സൈസ് ഉദ്യോഗസ്ഥൻ KV ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം. സംവിധായകൻ മണിലാൽ, സംഗീതാധ്യാപകൻ ബിനീഷ്, ഫിലിം എഡിറ്റർ വിനു ജോയ്, ക്യാമറാമാൻ നിതിൻ വിശ്വംഭരൻ, കവയത്രി രതി പതിശ്ശേരി, വിശാലാക്ഷി ടീച്ചർ എന്നിവർ പങ്കെടുത്തു. കൊരട്ടിക്കര ശ്രീ വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ പുതിയ ആൽമരം നട്ടു. ക്ഷേത്രം പ്രസിഡന്റ് പ്രഭാത് മുല്ലപ്പള്ളിയും സെക്രട്ടറി ഘോഷ് കുമാറും എക്സിക്യൂട്ടീവ് മെമ്പർമാരും ചേർന്ന് ക്ഷേത്രം മേൽശാന്തിക്ക് ആൽമരം കൈമാറി. ക്ഷേത്ര മേൽശാന്തി അനിൽകുമാർ മേപ്പറമ്പത്ത് ആൽമരം സ്ഥാപിച്ചു. തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സിലെ ജ്വല്ലറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആലപ്പാട് സ്വദേശി 52 വയസ്സുള്ള സജീവാണ് മരിച്ചത്. തൃശൂർ ഈസ്റ്റ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
കേരള വനം വന്യജീവി വകുപ്പും പി.ജി വനവികസന ഏജൻസിയും സംയുക്തമായി പി.ജി മണിയൻ കിണറിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് അംഗം സനിൽ വാണിയമ്പാറ ഉദ്ഘാടനം ചെയ്തു. മണിയൻ കിണർ EDC പ്രസിഡന്റ് സി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഒളകര ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഭദ്രകുമാർ, സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജസ്റ്റിൻ മാമൻ, ഊരുമൂപ്പൻ, MA കുട്ടൻ എന്നിവർ പങ്കെടുത്തു. മുറ്റിച്ചൂർ ALP സ്കൂളിലെ ഓണാഘോഷ പരിപാടികൾ ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സർജു ജിബിൻ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശാന്ത സോളമൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ കാഹളം എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷം വർണ്ണാഭമായി. കോളേജിന്റെ 80ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും അണിനിരന്ന മെഗാ തിരുവാതിരക്കളിയും അരങ്ങേറി. ഓണപ്പാട്ട്, വടംവലി ഉൾപ്പെടെയുള്ള ഓണക്കളികളും ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി. ഇനി വാണിജ്യം. സാമൂഹിക ഇടപെടലിലൂടെ സ്ത്രീ സ്വയം പര്യാപ്തതയ്ക്ക് കൈത്താങ്ങായി തൃശൂർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മെഗാ ഓണം മഹോത്സവം. വാണിജ്യ താൽപര്യങ്ങൾക്കും അപ്പുറം സാമൂഹിക പ്രതിബദ്ധതയുടെ ഇഴയെടുപ്പം തെളിയിക്കുന്നതായിരുന്നു പള്ളിക്കുളം റോഡിലെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മെഗാ ഓണം മഹോത്സവം. കാൽഡിയൻ സെന്ററിൽ നടന്ന മെഗാ ഓണം മഹോത്സവം MLA രാജൻ ജപ്പലൻ ഉദ്ഘാടനം ചെയ്തു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, കല്യാൺ സിൽക്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ TS പട്ടാഭിരാമൻ, ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ്, സിനിമാ സീരിയൽ താരം ദേവി ചന്ദന, ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318D പാസ്റ്റ് ഗവർണർ T ജയചന്ദ്രൻ, ജ്വല്ലറി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AK സാബു എന്നിവർ മുഖ്യ അതിഥികളായി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർമാരായ VJ ലിയോ, സീൽദ ലിയോ, ബന്ധുമിത്രാദികൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ജില്ലയിലെ 80 വനിതകൾക്കാണ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തയ്യൽ മെഷീൻ വിതരണം ചെയ്തത്. കൂടാതെ 3000 പേർക്ക് ഓണപ്പുടവയും ക്യാഷ് വൗച്ചറുകളും സമ്മാനിച്ചു. തുടർന്ന് നടന്ന തിരുവാതിരക്കളി, വടംവലി മത്സരങ്ങൾ ഓണാഘോഷത്തിന്റെ മാറ്റുകൂട്ടി. മത്സര വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും സമ്മാനിച്ചു. ലിയോസ് വെഡിംഗ് മഹോത്സവം എന്ന പേരിൽ ആകർഷകമായ ഓഫറുകളാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. വലിയ പർച്ചേസുകൾക്ക് ഹോൾസെയിൽ വിലയിൽ ആഭരണങ്ങൾ ലഭ്യമാക്കുന്നതിനൊപ്പം ഏറ്റവും കുറഞ്ഞ വിലയിൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും 1% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങൾ ഉൾപ്പെടെ സ്വന്തമാക്കാനുള്ള അവസരവും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങളും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സവിശേഷതയാണ്. സ്വർണ്ണാഭരണ വിപണന രംഗത്ത് പുതിയൊരു അധ്യായത്തിന് തുടക്കമിട്ട് 9 ക്യാരറ്റ് BIS ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഒമിഗ ജ്വല്ലറി തൃശൂരിൽ പ്രവർത്തനമാരംഭിച്ചു. തൃശൂർ ഇക്കണ്ടവാരി റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ഒമിഗ ജ്വല്ലറിയുടെ 9 കാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിശാലമായ നിർമ്മാണശാലയോടൊപ്പമുള്ള ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഒമിഗ ജ്വല്ലറി ചെയർമാൻ പരമേശ്വരൻ നായർ, മാനേജിംഗ് ഡയറക്ടർ ഐസക് ഫിലിപ്പ്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. ഒമീഗ ജുവലേഴ്സ് 9 കാരറ്റിന്റെ ഇന്ത്യയിലെ പ്രമുഖ നിർമ്മാതാവാണ്. ഇന്ത്യ ഒട്ടാകെ 9 കാരറ്റിന്റെ ചെറിയ ഫ്രാഞ്ചൈസികളും എത്തുന്ന ഒരു വലിയ സംരംഭമാണ് ഒമീഗ ജുവലേഴ്സ്. കേരളത്തിന്റെ തനത് രീതിക്കനുസരിച്ചുള്ള വൈവിധ്യമാർന്ന ആന്റിക് ആഭരണങ്ങളുടെ നിര തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇവിടെ കൂടാതെ ഞങ്ങൾക്ക് ഗുജറാത്തിലും ബോംബെയിലും ചെറിയ രീതിയിലുള്ള ആഭരണ നിർമ്മാണ യൂണിറ്റുകളും വിതരണ ശൃംഖലയും ഉണ്ട്. ഒമിഗ ജ്വല്ലറിയുടെ സ്വന്തം നിർമ്മാണശാലയിൽ ഉണ്ടാക്കിയ യന്ത്രനിർമ്മിത ആഭരണങ്ങൾക്കൊപ്പം ഹാൻഡ് ക്രാഫ്റ്റിന്റെ സൂക്ഷ്മതയും ഭംഗിയും ഒത്തുചേർന്ന ഡിസൈനുകളിലുള്ള ആഭരണങ്ങളും ഉപഭോക്താക്കളുടെ അഭിരുചിക്കിണങ്ങും വിധം ആകർഷകമായ കിഴിവുകളോടെ ഇവിടെ ലഭ്യമാണ്. ചെയിൻസ്, നെക്ലേസസ്, ബാംഗിൾസ്, ബ്രേസ്ലെറ്റ്സ്, റിംഗ്സ്, ഇയറിംഗ്സ്, ബ്രൈഡൽ ജ്വല്ലറി, ഡെയിലി വെയേഴ്സ്, ഒക്കേഷൻ വെയേഴ്സ് എന്നീ ഇനങ്ങൾക്ക് പുറമെ ബംഗാളി, കാർവാറി തുടങ്ങിയ ഇന്ത്യയിലെ എല്ലാ ട്രഡീഷണൽ ഡിസൈനുകളിലും ഇവിടെ 9 കാരറ്റ് ആഭരണങ്ങൾ ലഭ്യമാണ്. ഇതോടൊപ്പം 18, 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിപുലവും കമനീയവുമായ ശ്രേണിയും ഇവിടെ ഉപഭോക്താക്കൾക്കായി സവിശേഷമായ കിഴിവുകളോടെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9249502373. ബനാന ബേ റെസ്റ്റോറന്റ് ആൻഡ് ബേക്കറി പുതിയ കാലത്തിന്റെ മാറ്റങ്ങളോടെ ആകർഷകമായ രൂപത്തിൽ കൂർക്കഞ്ചേരി എലൈറ്റ് ഹോസ്പിറ്റലിന് സമീപം പ്രവർത്തനമാരംഭിച്ചു. നാവിലലിയുന്ന വൈവിധ്യമാർന്ന ബേക്കറി വിഭവങ്ങളും മികച്ച നിലവാരത്തിലുള്ള റെസ്റ്റോറന്റ് വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ്.
സ്വന്തമായുള്ള പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നും ശുചിത്വത്തോടെയും ഉയർന്ന ഗുണനിലവാരത്തോടും കൂടിയ പുതുമയാർന്ന രുചി വിഭവങ്ങളാണ് ഇവിടെ തയ്യാറാക്കുന്നത്. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദുബായ് UAE ആസ ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ CP സാലിഹ് കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ മുംതാസ് അധ്യക്ഷത വഹിച്ചു. പാർട്ട്ണർമാരായ ബിജു ഒല്ലേക്കാട്ട്, KD സുനിൽകുമാർ, നിയാസ് കാൻസ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മളുണ്ടാക്കുന്ന സ്നാക്സുകളൊക്കെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ബേക്കറിയിൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ വിൽക്കുന്നത്. ബ്രോസ്റ്റഡ് ചിക്കൻ, ബർഗേഴ്സ്, തവ ഷവർമ, അങ്ങനെയുള്ള എല്ലാവിധ ഫുഡും കൂടാതെ മീൽസ്, ബിരിയാണി, ചൈനീസ് ഐറ്റംസ് എല്ലാം ലഭ്യമാണ്. AC ഹോളുണ്ട്, ഒരു 19 ആൾക്ക് ഇരിക്കാവുന്ന ഒരു AC റൂം ഫെസിലിറ്റീസ് ഉണ്ട്. കൂടാതെ ഒരു 10-20 ആള് 75 ആള് മീറ്റിംഗ് കൂടാനും ബർത്ത്ഡേ പാർട്ടീസ് കഴിക്കാനായിട്ട് ഒരു AC ഹോളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ സജ്ജാക്കിയുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 7366439922, മറ്റൊരു നമ്പർ 7994719090 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,710 രൂപ, പവന് 1,17,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കുട്ടനെല്ലൂരിൽ പിക്കപ്പ് വാനിൽ കെട്ടിവെച്ചു കൊണ്ടുപോയിരുന്ന ഇരുമ്പ് പൈപ്പുകൾ ദേഹത്തു വീണ് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കുട്ടനെല്ലൂർ സ്വദേശി ഷെറിൻ ജോണാണ് മരിച്ചത്. തോളൂർ എടക്കളത്തൂരിൽ വീട്ടിൽ വൻ കവർച്ച. 50 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. നാലകത്ത് ഷക്കീറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. DYFI സംസ്ഥാന സമ്മേളനത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് DYFI മൗനം പാലിച്ചുവെന്ന വിമർശനം. പ്രവാട ചന്ദ്രശേഖരനെ DGP-ആയി നിയമിച്ചപ്പോൾ DYFI സംസ്ഥാന നേതൃത്വം മൗനം പാലിച്ചതിനും വിമർശനം. അതിരപ്പള്ളി പ്ലാന്റേഷനിൽ ഉപയോഗശൂന്യമായി കിടന്ന സെപ്റ്റിക് ടാങ്കിൽ കാട്ടാനക്കുട്ടി വീണു. മണിക്കൂറുകൾക്കു ശേഷം ആനക്കുട്ടി സ്വയം കയറിപ്പോയി. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷന് മുന്നിൽ ശവമഞ്ചവുമായി പ്രതിഷേധിച്ച കുടുംബം. മാപ്രാണം മാടായിക്കോണം സ്വദേശി സജീവ് കുമാറും കുടുംബവുമാണ് നീതി കിട്ടിയില്ലെന്നാരോപിച്ച് പോലീസ് സ്റ്റേഷന് മുൻപിൽ സമരം നടത്തിയത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.